ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ദൈവീക സമാധാനവും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 8-ാം തിരുവചനം. പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ തിരുവചന ഭാഗത്തിന് മുകളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ ഒരു പുല്ല് മാത്രമാണ്. ഒരു പുൽക്കൊടി പോലെയാണ് മനുഷ്യൻ, അവൻ്റെ ജീവിതം. അത് കരിഞ്ഞു പോവുകയും മനോഹരമെന്ന് പറയുന്ന പുഷ്പങ്ങൾ അതിൻ്റെ സമയം കഴിയുമ്പോൾ വാടി കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ച നാൾ മുതൽ ഈ നിമിഷം വരെയും, ലോകം എന്നുവരെയുണ്ടോ അന്ന് വരെയും നിലനിൽക്കുന്നതാകട്ടെ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. ആ വചനമാണ് നിങ്ങൾ ദിവസവും ശ്രവിക്കുകയും ആ വചനത്തിൻ്റെ അനുഗ്രഹത്താലാണ് നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും സമൃദ്ധിമാക്കപ്പെടുന്നതും. ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ദൈവവചനത്തിലൂടെയാണ്. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദരിദ്രനെ ധനികനാക്കാൻ ദൈവത്തിന് സാധിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. രോഗികളെ സൗഖ്യമാക്കാൻ ദൈവത്തിന് സാധിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവവചനത്തിലൂടെയാണ്. ദൈവം സംസാരിച്ചപ്പോഴാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കാതലായ ഒന്നായി ദൈവവചനം മാറട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. സമൃദ്ധമായ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ. നിങ്ങളെ ഏതെല്ലാം ബന്ധനാവസ്ഥയിലാണോ ആ ബന്ധനാവസ്ഥകളെല്ലാം ദൈവം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ദൈവീക നാമം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.